അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. ഗൈറു മുൻസരിഫാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ ബാക്കി വശർത്തു മൻഇ സിഫത്തി, സിഫത്തിനെ സർഫിനെ തൊട്ട് തടയുന്നതിൻ്റെ നിബന്ധന. അല്ലത്തി എങ്ങനത്തെ സിഫത്താണ്? അല വസ്നി അഫ്അൽ, അഫ്അൽ വസ്നിലുള്ളതായ, ഔ അല്ലെങ്കിൽ ഫഅലാൻ. അപ്പോൾ ഫഅലാൻ വസ്നിലോ അഫ്അൽ വസ്നിലോ ഉള്ളതായ സിഫത്തിനെ സർഫിനെ തൊട്ട് തടയുന്നതിൻ്റെ നിബന്ധനയാകുന്നത് അമ്രാനി ഐബൻ, വീണ്ടും രണ്ട് കാര്യങ്ങളാകുന്നു. അഹദുഹുമ, ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അസ്വാലത്തുഹാ, അസ്വാലത്തുഹാ, ഈ സിഫത്ത് അസ്ലിയാവണം, അഥവാ അസ്ലിയിൽ തന്നെ അതെന്താവണം, സിഫത്താവണം. പിന്നെ ആദ്യം വേറെ ഇസ്മിന് വെച്ചിട്ട് പിന്നെ അതിന് ആരിതായിട്ട് വസ്ഫിന് വേണ്ടി കൊണ്ടുവന്നതാവരുത് എന്നർത്ഥം. അസ്ലിലെ അസാലത്തുഹ, അത് അസ്ലി ആയിക്കൊണ്ട് തന്നെ സിഫത്താവണം. ഐ അതായത് കൗനുഹ, അതാവണം, ആ സിഫത്താവണം. ഫിൽ അസ്ലി, അസ്ലിൽ എന്താവണം, സിഫത്തൻ, സിഫത്താവണം എന്നർത്ഥം. വസാനി ഹിമാവ, രണ്ടിൽ രണ്ടാമത്തെ കാര്യം എന്താണ്? അദമു ഖബൂലിഹ ഇത്തഅനീസ്, തഅനീസിന്റെ ഹാഇനെ സ്വീകരിക്കരുത്, തഅനീസിന്റെ ഹാഇനെ സ്വീകരിക്കാൻ പാടില്ല. അതെന്താ സ്വീകരിക്കാത്തത്? ഒന്നൂക്കിൽ എന്തായിരിക്കും? ഇമ്മ ലി കൗനിഹ, ആ സിഫത്തായ കാരണത്താലായിരിക്കും. ലാ മുഅന്നസ ലഹ, ആ സിഫത്തിന് മുഅന്നസ് ഇല്ലാത്ത കാരണത്താലായിരിക്കും. മുഅന്നസ് ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ താനെ സ്വീകരിക്കൂല. ഏതുപോലെ? ക അക്മർ പോലെ, വ ലഹ്യാൻ പോലെ. അക്മർ ലഹ്യാൻ പോലെ, അത് രണ്ടും പുരുഷന്മാർക്കുള്ള എന്താണ്, വിശേഷണങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല. അക്മർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ലി കബീറിൽ കമ്ര, കമ്രത്തു വലുതായവൻ എന്നർത്ഥ, അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ലഹ്യാൻ എന്ന് പറഞ്ഞാലോ താടി, നല്ല വലിയ താടിയുള്ളവൻ ഉണ്ടാവും. ലി കബീർ ലിഹ്യ, താടി വലിയവൻ. അപ്പോൾ അത് ആണുങ്ങൾക്കുള്ളതാണ്. കമ്രത്തിൻ്റെ മല ഡിക്ഷണറി എടുത്ത് നോക്കണം, നമ്മളിവിടെ പറയാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ട് ഏതായാലും പുരുഷന്മാർക്ക് മാത്രമുള്ള സിഫത്താണ്. ഔ അല്ലെങ്കിൽ ലഹ, ആ സിഫത്തിനുണ്ടാകും മുഅന്നസുൻ, മുഅന്നസ് ഉണ്ടാകും. എങ്ങനെ ഇരിക്കും? താഉ തനീസ് അല്ല, ഏതടിസ്ഥാനത്തിൽ? അല ഫഅലാ വസ്നിലായിരിക്കും. ഔ അല്ലെങ്കിൽ ഫഅലാ വസ്നിലായിരിക്കും. ഇതുപോലെ സക്രാൻ പോലെ, വ അഹ്മർ പോലെ. സക്രാൻ്റെ എങ്ങനെ പറയാ? സക്രാ ഫഅലാ. അഹ്മർ എങ്ങനെ പറയാ? ഹംറാ ഫഅലാ പോലെ. മനസ്സിലായോ? ഇനി ഇദാ അറഫ്ത ഹാദൈനി ശർത്തൈനി, ഈ രണ്ട് നിബന്ധനയും മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ ഫഉരിയാനുൻ എന്നുള്ളതും വ അർമലുൻ എന്നുള്ളതും മുൻസരിഫാണ്. ഇത് രണ്ടും മുൻസരിഫാണ്, ഗൈർ മുൻസരിഫല്ല. എന്തുകൊണ്ടാൽ? ഖൗലിഹിം, അറബികൾ പറഞ്ഞ കാരണത്താൽ, ഫി മുഅന്നസിഹിമാ, അവ രണ്ടിൻ്റെയും ഉരിയാനുൻ അർമലുൻ എന്നുള്ള മുഅന്നസിൽ അറബികൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഉരിയാനത്തുൻ വ അർമലത്തുൻ, താ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം താ സ്വീകരിക്കാൻ പാടില്ല അറിഞ്ഞില്ലേ? അപ്പോൾ അതെന്താണ്? മുൻസരിഫാകുന്നു. മനസ്സിലായി? ഉരിയാനത്ത് പറഞ്ഞാൽ നഗ്നനായവൾ, അർമലത്ത് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീ എന്നർത്ഥം. ഇനി ഇതുപോലെ ബിഖിലാഫി സക്രാന വ അഹ്മർ, സക്രാനു അഹ്മറിനെതിരായിക്കൊണ്ട്, കാരണം അവകൾ തൗതനീസിനെ സ്വീകരിക്കൂല, അതുകൊണ്ട് ഗൈർ മുൻസരിഫായിരിക്കും. മനസ്സിലായോ? ഇതുപോലെ ഫ ഇന്ന, കാരണം ഫ, കാരണം ഇന്ന മുഅന്നസഹുമ, ഈ സക്രാൻ അഹ്മറിന്റെ മുഅന്നസ് സക്ര എന്നാണ്, വ ഹംറാ എന്നാകുന്നു. താനെ സ്വീകരിച്ചിട്ട് സക്രാനത്ത് അഹ്മറത്ത് എന്ന് പറയൂല, അപ്പം അത് ഗൈർ മുൻസരിഫാണ്. അതേപോലെ തന്നെ ഇനി ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറയാണ്, അഥവാ നമ്മൾ ആദ്യം പറഞ്ഞ അസാലത്താണെന്ന് പറഞ്ഞല്ലോ, അസില് എന്തായിരിക്കും? അത് ഇസ്മായിരിക്കും, സിഫത്തല്ല. പിന്നെ ആരിതായിട്ട് അതിൻ്റെ മേലെ സിഫത്തിനെ കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തേത് എന്താണ്? അത് ഗൈർ മുൻസരിഫ് അല്ല, മുൻസരിഫായിട്ട് തന്നെ ഉപയോഗിക്കുക. അസില് സിഫത്താണോ പറഞ്ഞില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ്, അങ്ങനെ അങ്ങനത്തെ അതിനെതിരായത്, അഥവാ അസില് സിഫത്തല്ലാതെ പിന്നെ സിഫത്തിനെ കൊണ്ടുവന്നതിന് ഉദാഹരണം പറയാം, നോക്കുക. വ സഫ്വാനും, സഫ്വാനും, വ അർണബുൻ, അർണബുൻ, ഇനിസ്തുഅമില, അവ രണ്ടും ഉപയോഗിക്കപ്പെടുമ്പോൾ ബിമാന ഖാസിൻ വ ദലീലിൻ, ഖാസിൻ്റെയും ദലീലിൻ്റെ മാനാക്ക്. സഫ്വാൻ അർണബ്, ഇപ്പോൾ മറർത്തു ബി റജുലിൻ, എന്താ പറയുക? മറർത്തു ബി റജുലിൻ അർണബിൻ എന്ന് പറയും. മറർത്തു ബി റജുലിൻ അർണബിൻ എന്ന് പറഞ്ഞാൽ, അർണബ് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? മുയലാണ്, അത് സിഫത്തല്ലല്ലോ. അപ്പോൾ അത് ശരിക്കും വെക്കപ്പെട്ടത് അർണബിന് വേണ്ടിയാണ്. പിന്നെ അയിമെന്ന ഒരു തൽക്കാലം ആരിതായിട്ട് കൊണ്ടുവരികയാണ് വസ്ഫിനെ. മനസ്സിലായോ? എന്താണ്? യഥാർത്ഥത്തിൽ ദഈഫ് എന്നർത്ഥം. അപ്പോൾ ദുർബലനായ റജുലിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു എന്നർത്ഥത്തിൽ പിന്നെ ആര്യതായ സിഫത്തിനെ വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് മുൻസരിഫാവും, ഗൈർ മുൻസരിഫാവില്ല. കാരണം നിബന്ധന അസാലത്ത് സിഫത്താവണം എന്നാണ്. ഖാസി എന്ന് പറഞ്ഞാൽ ഹൃദയകാഠിന്യമായവൻ,
ദലീൽ നിന്ദ്യനായവൻ എന്നൊക്കെ പറയും, മനസ്സിലായി. അപ്പോൾ സിഫത്തിൻ്റെ മാനാക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ അപ്പോൾ എന്തായിക്കത് അത് മുൻസരിഫ് എന്നായിരിക്കും, ഗൈർ മുൻസരിഫ് ആവൂല. സഫ്വാൻ അലിഫ് നൂന് വർദ്ധിച്ചല്ലോ, അർണബ് അഫ്അൽ വസനാണല്ലോ എന്ന് നോക്കണ്ട, അത് മുൻസരിഫ് എന്നാണ്, ഗൈർ മുൻസരിഫ് അല്ല. വദലീലിൻ എന്ന് പറഞ്ഞാൽ ദഈഫിൻ ഖുവ്വത്തൻ, ഖുവ്വത്തിനാൽ ശക്തിയാൽ ദുർബലനായവൻ എന്നർത്ഥം. അപ്പോൾ അർണബ് അങ്ങനെ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഫഇന്ന കുല്ല മിൻഹുമ, ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാം ഏതാണ്, സഫ്വാൻ അർണബ് എന്നുള്ളത് മുൻസരിഫുൻ, അത് മുൻസരിഫാണ്. കാരണം എന്താ, അവർ അസ്ലില്ല സിഫത്ത് ലി ഉറൂദിൽ വസ്വിയ്യത്തി ഫീഹിമ, അവ രണ്ടിലും വസ്വിയ്യത്ത് ആരിദായി പിന്നെ സംഭവിച്ചതാണ്, അസ്ലിലുള്ളതല്ല. കാരണം മാനാഹുമ, അവ രണ്ടിൻ്റെ മാന അൽ അസ്ലി, അസ്ലിയായതിൻ്റെ മാന എന്താ, അൽ ഹജറുൽ അംലസ്. സഫ്വാൻ എന്ന് പറഞ്ഞാൽ അൽ ഹജറുൽ അംലസ്, നല്ല മിനുസമുള്ള പാറൊക്കെ പറയാം. അതുപോലെ തന്നെ അർണബ് എന്നുള്ളതോ അത് വൽ ഹയവാനുൽ മാറൂഫ്, അറിയപ്പെട്ട ഒരു ഹയവാനാണ്, മനസ്സിലായോ, അതാണ്. വക്കത് അപ്രകാരം തന്നെ ഇവിടെ നമ്മൾ മുകളിൽ എന്താണ് ആരിദായി വന്ന അസിൽ ഇസ്മയിൽ പിന്നെ ആരിദായി വന്നതിനെ നമ്മൾ പരിഗണിച്ചില്ലല്ലോ എന്നതുപോലെ അസിൽ സിഫത്തായിരിക്കും, അതിൻ്റെ മേൽ പിന്നെന്താണ് ഇസ്മിയത്ത് പുതുതായി സംഭവിച്ചതാണ്. അപ്പോൾ അതിനെ എന്തില്ല, ആ ഇസ്മിയത്ത് പുതുതായി സംഭവിച്ചത് എന്നതിനെ അതിനൊരു സ്വാധീനവുമില്ല, അവിടെ അസാലത്തിനാണ് പരിഗണിക്കുക എന്നർത്ഥം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അഥവാ സിഫത്തിനെ പരിഗണിക്കും, ഗൈർ മുൻസരിഫാക്കും, അതാണ് പറയുന്നത്. വക്കഥ അപ്രകാരം തന്നെ ലാ അസ്റ, സ്വാധീനമില്ല, ലി തുറുവിൽ ഇസ്മിയത്ത്, ഇസ്മിയത്ത് പിന്നെ സംഭവിച്ചു, പുതുതായി പൊടുന്നനെ സംഭവിച്ചു എന്നതിന് സ്വാധീനമില്ല. എന്തിൻ്റെ മേൽ, അലാമ ഒന്നിൻ്റെ മേൽ, കാന അതായിരുന്നു, സിഫത്തായിരുന്നു, ഫിൽ അസ്ലിൽ. അപ്പോൾ അസ്ലിൽ സിഫത്തായ ഒന്നിൻ്റെ മേലെ ഇസ്മിയത്ത് പൊടുന്നനെ സംഭവിച്ചു എന്നതിനൊരു സ്വാധീനവുമില്ല. അപ്പോൾ ആ ഇസ്മിയത്തിനെ നമ്മൾ മൈൻഡാക്കേണ്ട, അസ്ലിനെ പരിഗണിക്കാൻ വേണ്ടിയത് ഗൈർ മുൻസരിഫ് ആക്കണം. ഇതുപോലെ അബ്തഹ വ അദ്ഹമ വ അർഖം പോലെ, അബ്തഹ എന്ന് പറഞ്ഞാൽ നല്ല ധാരാളം എന്താണ് ചരൽക്കല്ലുകളുള്ളതായത് സ്ഥലം എന്ന നിലക്കായിരുന്നു, അത് സിഫത്തായിരുന്നു. പിന്നെ അബ്തഹ എന്ന് പേര് വെക്കപ്പെട്ടതാ മക്കൾക്ക്. അതുപോലെ തന്നെ അദ്ഹം എന്ന് പറഞ്ഞാൽ എന്താ അശ്ശൈ ഉൽ അസ്വദ്, കറുത്ത സാധനം എന്നുള്ള അർത്ഥ സിഫത്തിൻ്റെ മാനായിരുന്നു. പിന്നെ എന്ത് വെച്ചാണ്, പിന്നെ ആമത്തിനൊക്കെ അതുകൊണ്ട് പേര് വെച്ചതാണ്, മനസ്സിലായോ. അതുപോലെ അർക്കം എന്ന് പറഞ്ഞാൽ അത് എന്താ നഖ്ഷ് ചെയ്യപ്പെട്ട, ചാൻ പൂശപ്പെട്ടത് സാധനം, ഇങ്ങനെ ഒരു സിഫത്തിൻ്റെ മാനാക്കായിരുന്നു. പിന്നെന്താണ്, പിന്നെ അത് നമ്മളൊരു എന്താ കറുപ്പും വെളുപ്പുള്ളൊരു പാമ്പിനായിട്ട് പേര് വെച്ചത് അർക്കം. അപ്പോൾ അസിൽ ഇതൊക്കെ സിഫത്താണ്, മനസ്സിലായോ. അതുകൊണ്ട് ഇവകൾ എന്താകണം, ആ അസിലിനെ പരിഗണിച്ചിട്ട് ഗൈർ മുൻസരിഫാക്കണം. അതിൻ്റെ മേൽ എന്താണ് ത്വാരി ആയ നിലക്ക് പൊടുന്നനെ പിന്നെ പെട്ടെന്ന് എന്താണ് പുതുതായി അതിൻ്റെ മേലേക്ക് ഇസ്മിയത്ത് ആരിലായി സംഭവിച്ചു എന്നതിനൊരു സ്വാധീനവുമില്ല, അതിനെ പരിഗണിക്കേണ്ട എന്നർത്ഥം. പിടിയോ, അസ്ലി പരിഗണിച്ചാൽ മതി. അപ്പോൾ ഇതാണല്ലോ അൽഫിൽ ഇബ്നു മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഅൽഗിയന്ന ആരിദൽ വസ്ഫിയ കഅർബഇൻ വആരിദൽ ഇസ്മിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണത്. വസ്ഫിയത്ത് ആരെന്നുണ്ടെങ്കിൽ ലഘുവാക്കിക്കോന്ന, അർബവും അങ്ങനെ തന്നെയാണ്. കാരണം അർബ എന്ന് പറഞ്ഞാൽ 4 എന്നാ, പിന്നെ നമ്മൾ അർബഈൻ എന്ന് സിഫത്തായിട്ട് ഉപയോഗിക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ആരിദായിട്ട് നിൽക്കുക നമ്മൾ ഉപയോഗിക്കുക, ശരിക്കും അത് 4 എന്ന് പറഞ്ഞത് സിഫത്തല്ലല്ലോ, പിന്നെ നമ്മൾ സിഫത്തായിട്ട് ഉപയോഗിക്കലാണ് ആരിദായിട്ട്. അപ്പോൾ അതൊക്കെ എന്താണ് മുൻസരിഫായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക, അർബഉൻ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് പറഞ്ഞതിൻ്റെ ഖുലാസ. ഇനി നോക്കാം മാനവിയായ തഅനീസിനെ കുറിച്ച്. വഅമ്മ തഅനീസുൽ മഅനവിയ്യു, എന്നാൽ മഅനവിയായ തഅനീസ് ഫശർതു നിബന്ധന തഹത്തുമി തഅ്സീരിഹി, ഈ മാനവിയായ തഅനീസ് മൻഉ സർഫിനെ തഅ്സീർ ഫലം ചെയ്യിക്കുന്നതിനുള്ള നിർബന്ധമാകുന്ന ഷർത്താകുന്നത് അസ്സിയാദത്തു അലസ്സലാസ, 3 അധികരിച്ച് 3 അക്ഷരത്തിൽ അധികരിച്ചതാവണം. ഔ അല്ലെങ്കിൽ തഹ്രീക്കുൽ വസ്തി, മദ്യം ഹറക്കത്തുള്ളതാവണം. അവിൽ ഉജുമ അല്ലെങ്കിൽ അനർബി ആവണം. ഓരോന്നിനും ഉദാഹരണം പറയുന്നുണ്ട്, നോക്കാം. അങ്ങനെ തഹ്രീക്കുൽ വസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹിന്ദ് പോലത്തതിൽ 2 വജായിസ് അവതാനി പറയുന്നത്. കാരണം ഹിന്ദ് 3 ഉള്ളൂ, 3 അധികരിച്ചിട്ടില്ല. മദ്യത്തിൽ എന്താ തഹ്രീക്കല്ല, തഹ്രീക്കാണെങ്കിലല്ല നിർബന്ധമുള്ളൂ, തഹ്രീക്കല്ല സുക്കൂനാണ്, പിന്നെ ഉജുമയല്ല, പിടിട്ടോ. അപ്പോൾ നോക്കുക, അതാണ് കാരണം പറയുന്നത്. വമിൻ സമ്മ, അത് കാരണത്താൽ യജൂസു ഫി നഹ്വി ഹിന്ദിൻ, ഹിന്ദ് പോലോത്തതിൽ ജായിസാകും. ഹിന്ദ് പോലോത്തത് പറഞ്ഞാൽ ഏതാ, മിമ്മാ യാതൊന്നിനാൽ, ഹുവ അത് സുലാസിയാണ്, സാക്കിനുൽ വസ്തി മദ്യത്തിൽ സുക്കൂനായ,
സുലാസി മൂന്നക്ഷരമുള്ളതായ ഹിന്ദ് പോലോത്തതിൽ പിടിറ്റോ. ഹിന്ദ് പോലോത്തത് പറയുമ്പോൾ അങ്ങനെയുള്ള ബാക്കിയുള്ള ദാദ് ഇതൊക്കെ അതിൽ പെടും. അങ്ങനെ വസ്തു സാക്കിനായ മൂന്നക്ഷരമുള്ളത്. വജ്ഹാനി രണ്ട് വജ്ഹ് ജായിസാകും, അഥവാ സർഫും അദമു സർഫ് അഥവാ മന്നൗ സർഫും രണ്ട് നൽകും പറ്റും. ഏതാ അസ്സർഫു ആയത് രണ്ട് വജ്ഹ്. ഒന്ന് അസ്സർഫു സർഫാക്കലാണ് അഥവാ മുൻസരിഫാക്കുക. കാരണം ലിൻതിഫാ ഇ തഅ്സീരിഹി ഈ മാനവിയായ തേനീസ് മൻഉ സർഫിനെ ഫലം ചെയ്യിക്ക എന്നതിൻ്റെ നിബന്ധന ഇൻതിഫാ ഇല്ലാതായ കാരണത്താലാണ്. കാരണം 3 നിബന്ധനയിൽപ്പെട്ടില്ല ഹിന്ദ്. തഹരീക്കുൽ വസ്തു അല്ല, സലാസത്തിന് സിയാദത്തും ഇല്ല, ഉജുമയല്ല. അതെന്തുകൊണ്ടാ? പിന്നെന്തുകൊണ്ടാ? ലി മുഖാബലത്ത് അത് സ്വീകരിച്ച കാരണത്താൽ. എന്ത് കാരണം? ലി മുഖാബലത്ത് സ്വീകരിച്ചല്ല, ലി മുഖാബലത്ത് അത് കടപിടിച്ച എതിരായ കാരണത്താൽ. ലി മുഖാബലത്തി സുക്കൂനിൽ വസ്തി മദ്യം സുക്കൂനാവുക എന്നത് കടപിടിക്കുക എതിരായ കാരണത്താൽ. മദ്യം സുക്കൂനാവുക എന്ന് പറഞ്ഞാൽ ഹിഫത്ത ഉദ്ദേശിക്കുന്നത്. ഹിഫത്തല്ലോ, ഹിഫത്തിനെ പരിഗണിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുക? മുൻസരിഫാക്കി പറയാം. രണ്ട് ഇല്ലത്തുണ്ട് പരിഗണിച്ചിട്ടാണ്, അലമിയത്തും തനീസും ഉണ്ട് എന്ന് പരിഗണിച്ചാണ് ഗൈർ മുൻസരിഫാക്കുക. അതാ രണ്ട് വജ്ഹ്. അപ്പോൾ പിന്നെ മുൻസരിഫാക്കുന്നതിനെ കുറിച്ച് പറയാണ്. ലി മുഖാബലത്തി കിടപിടിച്ച കാരണത്താൽ സുക്കൂനിൽ വസ്തി മദ്യം സുക്കൂനാവുക എന്നുള്ളത്, അഥവാ എതിരായ കാരണത്താൽ, അഥവാ ഹിഫത്താണ്. സുക്കൂൻ വസ്താണ് ഉദ്ദേശിക്കുക, ഹിഫത്ത് ലഘുവായി സുക്കൂനായതുകൊണ്ട്. അപ്പോൾ ഗൈർ മുൻസരിഫാണെങ്കിൽ സിഖലാണല്ലോ. അപ്പോൾ ആ സിഖലിൽ ഹിഫത്ത് കയറിയപ്പോൾ എന്തായി? ആ രണ്ടില്ലത്തിൽ ഒന്നിനോടത് കടപിടിക്കും, എതിരാവും. അപ്പോൾ ഒന്നിനെതിരാവും. അപ്പോൾ ഒന്ന് ഔട്ടാവും, ഒന്ന് ബാക്കിയാവും. അതാണ് പറയുന്നത്. നോക്കുക, ലി മുഖാബലത്തി സുക്കൂനിൽ വസ്തി മദ്യം സുക്കൂനാവുക ഹിഫത്ത് കടപിടിച്ച കാരണത്താൽ, എതിരായ കാരണത്താൽ. ഇഹ്ദൽ ഇല്ലത്തൈനി രണ്ട് ഇല്ലത്തുകളിലുള്ള ഒന്നിനോട്. രണ്ട് ഇല്ലത്ത് ഏതാ? അലമീയത്താണ്, തനീസാണ്. ഈ രണ്ടിലേതെങ്കിലും ഒന്നിനോട് അതെന്ത് ചെയ്യും? കടപിടിക്കും. കാരണം മൻഉസ്സർഫ് എന്ന് പറഞ്ഞാൽ സിക്കല് കാരണത്താലാണ്, ഭാര കാരണത്താലല്ല മന്നുസർഫ്. അപ്പം ഇതാണ് ഹിഫത്തായി. സുക്കൂനായപ്പോൾ പിന്നെ ഹിഫത്ത് വന്നോ? ഹിഫത്ത് വയോട് എതിരാവും, കടപിടിക്കുക ഏതെങ്കിലും ഒന്നിനോട്. അപ്പോൾ ഒരു ഇല്ലത്തിന്, അതാണ് ഒരു ഇല്ലത്തിനോട് അതെന്താവും? എതിരാവും, കടപിടിക്കും. അപ്പോൾ ഹിഫത്ത് വന്നു സിഖല്, ഇത് ഗൈർ മുൻസരിഫിലെ. അപ്പോൾ ആ രണ്ടില്ലത്തിൽ ഒന്നിനോട് അത് എതിരാവും, അല്ലെങ്കിൽ കടപിടിക്കുക എന്നർത്ഥം. അപ്പോൾ ഒന്ന് ഔട്ടാവും. ഒന്ന് ഔട്ടാവുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കും, ഒന്നിനെ ഔട്ടാവും. അപ്പോൾ ഒന്ന് ബാക്കിയാവും. ഒന്ന് ബാക്കിയാൽ പിന്നെ ഒരു ഇല്ലത്തോണ്ട് കാര്യമില്ല, രണ്ടില്ലത്തും വേണ്ട. അപ്പോൾ രണ്ടും ഇല്ലാത്തതുപോലെ ആവും. മനസ്സിലായോ? അതാണ് പറഞ്ഞത് ലി മുഖാബലത്തി എതിരാവൽ കാരണം കൊണ്ട് സുക്കൂനിൽ വസ്തി മദ്യം സുക്കൂനായത് എന്ന് പറഞ്ഞാൽ ഹിഫത്ത്. ഇഹ്ദൽ ഇല്ലത്ത് രണ്ടില്ലത്തിൽ ഒന്നിനോട്. രണ്ടില്ലത്ത് പറഞ്ഞാൽ താലമു തേനീസിലെ ഏതെങ്കിലും ഒന്നിനോട് അത് എതിരാവും, കടപിടിക്കും. അപ്പോൾ അത് ഒന്ന് ഔട്ടാവും. മനസ്സിലായോ? കാരണം ഹിഫത്ത് കയറി, സിഖല് ഹിഫത്ത് കയറിയല്ലോ, സുക്കൂന ഹിഫത്തല്ലേ. അപ്പോൾ ഫക്ക അന്നഹുമാ രണ്ട് ഇല്ലത്തും. ഒന്ന് ബാക്കിയായിട്ട് കാര്യമില്ല, ഒന്ന് ബാക്കിയാൽ പിന്നെ കാര്യമില്ല, രണ്ടില്ലത്താണല്ലോ. അപ്പോൾ തീരെ ഇല്ലാത്ത എന്താണ്? സബബില്ലാത്തതുപോലെ ആവും. അപ്പോൾ ഫക്ക അന്നഹുമാവ രണ്ടും തസാഖത്ത ഇല്ലാത്തതുപോലെയായി. ഫബഖിയ അത് ബാക്കിയായി ബിലാ സബബിൻ ഉണ്ടോ? കാരണമില്ലാതെ. രണ്ടില്ലത്താണല്ലോ, അതില്ലാതെ അത് ബാക്കിയാകും. അപ്പോൾ ആ നിലയ്ക്ക് ഹിഫത്തിനെ പരിഗണിച്ച് അവർ എന്തു ചെയ്തു? മുൻസരിഫാക്കി. ഇനി ഏതാണ്? രണ്ട് വജ്ഹ് ജായിസ് അസ്സർഫ് പറഞ്ഞെടുത്തത്. വ അദമുഹു അദമു സർഫ് അഥവാ ഗൈർ മുൻസരിഫാക്കലും ജായിസാണ്. അതേത് നിലയ്ക്ക്? ലി വുജൂദിൽ ഇല്ലത്തൈനി ഫീഹി അതിൽ ഹിന്ദ് എന്ന മാനവീയ തേനീസ് ഉണ്ടല്ലോ ഹിന്ദിൽ, അതിൽ രണ്ട് ഇല്ലത്തുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ട്, അതിൽ രണ്ട് ഇല്ലത്തുണ്ട് എന്ന്, രണ്ട് ഇല്ലത്ത് വുജൂദാണ് എന്ന് പരിഗണിച്ചുകൊണ്ട്, രണ്ട് ഇല്ലത്ത് ഹിന്ദ് എന്ന് അലമാണല്ലോ, പിന്നെ അത് തേനീസാണല്ലോ, ആ നിലയ്ക്ക് പരിഗണിച്ചുകൊണ്ട് അവർ ഗൈർ മുൻസരിഫുവാക്കി. അതാ പറഞ്ഞത്. ബി ഖിലാഫി സൈനബക്കെതിരി വസഖറിനെതിരി വബൽഖക്കെതിരി. ആ പറഞ്ഞ 3 നിബന്ധനകൾക്ക് ഉദാഹരണം കൊടുത്തത് ഏതാണ്? ഫഇന്നഹ അപ്പോൾ തീർച്ചയായും ഈ സൈനബ് സഖർ ബൽഖ പോലത്തത് അതെന്താണ്? യജിബു അദമു സർഫിഹ അവകളെ മൻഉസ്സർഫ് നിർബന്ധമാകും, അഥവാ ഗൈർ മുൻസരിഫാക്കൽ നിർബന്ധമാകും. കാരണം എന്താ? ലിവുജൂദി സിയാദത്തി ഫിൽ അവ്വലി ആദ്യത്തിൽ സിയാദത്തുണ്ട്, 3 അക്ഷരത്തലം വർദ്ധിച്ചിട്ടുണ്ട്. സൈനബ് നാളിനല്ലേ പിടിട്ടോ. പിന്നെ വതഹറുക്കിൽ വസ്തു ഫിസ്താൻ രണ്ടാമത്തിൽ മദ്യം ഹറക്കത്തുള്ളതായ കാരണത്താൽ. സഖറ നരകത്തിന്റെ പേര് സഖർ ഉണ്ടാ. മദ്യം സുക്കൂനല്ല, ഹറക്കത്തുള്ളതാണ്, അപ്പോൾ നിർബന്ധമാണ്. പിന്നെ വൽ ഉജുമത്തി ഫിസാലിസി മൂന്നാമത്തതിൽ ഉജുമ ഉള്ള കാരണത്താലും. ഉജുമ ബൽഖ അനർബി പദാണ് കണ്ടോ, ബൽഖ അനർബി പദാണ്. ഓക്ക് വൃക്ഷം എന്നൊക്കെ പറയും, ഓക്ക് വൃക്ഷം.
അപ്പോൾ അനറബിയാണ്. നേരെ മറിച്ച് ഹിന്ദ് അനറബി അല്ല. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് ഒരു എന്താണ് മുദക്കറായ അലമിനെ എങ്ങനെ അങ്ങോട്ട് നമ്മൾ നക്കലി ചെയ്താലും തേനീസാക്കി കൊണ്ടുവന്നാലും അവിടെ നിർബന്ധം. അൽഫിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയ്ദ് എന്നുള്ളത് സെയ്ദിനൊരു പെണ്ണിനായിട്ട് പേര് വെച്ചേക്കുക, സെയ്ദ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ സെയ്ദിനെ ഗൈർ മുൻസരിഫാക്കൽ നിർബന്ധം. പെണ്ണിന് പേര് വെച്ചാട്ടോ സെയ്ദ്. അൽഫിൽ ഇബ്നു മാലിക് പറയുന്നുണ്ട് ഔ സെയ്ദിൻ ഇസ്മ ഇംറഅത്തിൻ ലസ്മാ ദക്കർ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അൽഫിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടില്ല, അതാണ് കൂട്ടി പറഞ്ഞത്. നക്കൽ ചെയ്തതാണെങ്കിൽ മങ്കൂലാകുക, മുദക്കറിന് മുഅന്നസിലേക്ക് മങ്കൂൽ ചെയ്യുക സെയ്ദ്. അപ്പോൾ ഗൈർ മുൻസരിഫ് നിർബന്ധ. ഇനി ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുകളിൽ പറഞ്ഞ 2 വജ്ഹ് മനസ്സിലാക്കുക. അതിൻ്റെ മുൻസരിഫാക്കാനുള്ള ഒരു വജ്ഹിന് അവരെന്തൊരു ന്യായം കൊണ്ടുവന്നതാണ് ഇപ്പോൾ അതൊക്കെ. ഷർത്ത് ലി മുഖാബല സുക്കൂനിൽ വസ്തി യഹ്ദൽ ഇല്ലത്തൈനി, 2 ഇല്ലത്തിൽ ഒന്നിനോട് ഖിഫത്ത് കടപിടിക്കുന്നുണ്ട് എന്ന കാരണത്താൽ. അപ്പോൾ പിന്നെ ഒന്ന് ഔട്ടാവും, ഒന്ന് മാത്രമേ ബാക്കിയാവും. അതൊക്കെ ഒരു ന്യായം കൊണ്ടുവരികയാണ് അവർ. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.